അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവോ? ഇതുപോലെ അറസ്റ്റ് വാറണ്ടിലുള്ള ഒരാളുടെ പേര് ഞാൻ പറയാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ. ക്രിമിനൽ കോർട്ട് യുദ്ധക്കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പുടിന് ജയിലിലാണോ ഇപ്പോൾ? അല്ല. അതായത് റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റ്യൂട്ടുണ്ട്. 125 രാജ്യങ്ങൾ ചേർന്ന് ഒരു എഗ്രിമെൻറ്റ്, ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുക. ശിക്ഷിക്കാനൊക്കെ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് UN പോലെ ഒരു പ്രഹസനം മാത്രമാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റോം സ്റ്റാറ്റ്യൂട്ടിൽ 125 രാജ്യങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ ഒപ്പിട്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് മംഗോളിയ എന്നാണ്, മറ്റൊരു രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നാണ് എന്ന് കരുതിയ തെറ്റാണ്. ഇന്ത്യ അത് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പിട്ടിരിക്കുന്ന രാജ്യമായ മംഗോളിയയിൽ കഴിഞ്ഞ സെപ്റ്റംബർ 2 പുടിൻ പോയായിരുന്നു, അറസ്റ്റ് ചെയ്തായിരുന്നു? ഇല്ല. അപ്പോൾ റോം സ്റ്റാറ്റ്യൂട്ട് പറയുന്നത് ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഒപ്പിട്ടിരിക്കുന്ന രാജ്യങ്ങൾ എല്ലാം കോടതി കുറ്റവാളിയാണെന്ന് കണ്ടിരിക്കുന്ന ഒരാൾ അവരുടെ ഭൂപ്രദേശത്ത് പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യണം എന്നാണ്. അങ്ങനെയാണ് പുടിൻ അവിടെ ചെല്ലുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അവരെന്ത് ചെയ്യുന്നറിയോ? പുടിൻ ബന്ധപ്പെടുത്തുക, നല്ല റെഡ് കാർപ്പറ്റ് വിരിച്ച് നല്ല ഗാർഡ് ഓഫ് ഓണറൊക്കെ കൊടുത്ത് സ്വീകരിച്ചു. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടും മംഗോളിയ എന്ത് ചെയ്തു? മൂക്കി കയറ്റിയ. ഇത്രയൊക്കെ ഉള്ളൂ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി എന്നൊക്കെ പറയുന്നത്. ഇനി ഇൻ്റർനാഷണൽ നെതന്യാഹുവിന് എന്ത് പറ്റും എന്നല്ലേ ചോദിച്ചത്? ഞാനിനി പറഞ്ഞുതരാം. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന് എന്ത് പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ബൈഡൻ്റെ സർക്കാരാണല്ലോ ഇപ്പോൾ ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഫണ്ടുണ്ട് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്. പക്ഷേ അമേരിക്ക അതിൽ മെമ്പറല്ല. അമേരിക്ക UN പല ഏജൻസികൾക്ക് പണം കൊടുക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ ഈ 125 കൺട്രീസ് 125 രാജ്യങ്ങളുള്ള റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് അത് ബാധകമല്ലല്ലോ. നെതന്യാഹുവിന് അമേരിക്കയ്ക്ക് പോകാം. ഇനിയും അത് മാത്രമല്ല, ട്രംപിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, നമ്മുടെ അജിത് ഡോവലിനെ പോലെയുള്ള ട്രംപിൻ്റെ വിശ്വസ്തനായ ആൾ വരാൻ പോവാണ്. പ്രസിഡന്റ്, ഇന്ത്യയിൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ശക്തനായ ആൾ അമിത്ഷാ ആണെന്ന് പൊളിറ്റിക്കലി പറയാം. പക്ഷേ ബ്യൂറോക്രാറ്റിക് ലെവലിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ അജിത് ഡോവലാണ്. എന്ന് പറയുന്ന പോലെ അമേരിക്കയുടെ NSA ആയിട്ട് വരുന്ന മിഖായിൽ വാൾട്സാണ്. മിഖായിൽ വാൾട്സ് പറഞ്ഞിരിക്കുന്നത് ജനുവരി 20 കഴിഞ്ഞോട്ടെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെതിരെ നടപടിയെടുക്കുന്ന പറഞ്ഞത്. കോർട്ടിനെതിരെ നടപടിയെടുക്കുന്ന അപ്പോൾ ഈ മനുഷ്യാവകാശ സംഘടനകൾ, UN എയ്ഡുള്ള പല മനുഷ്യാവകാശ സംഘടനകളുണ്ട്. അവർ ലോകം മുഴുവൻ നടന്നിട്ട് പീഡിപ്പിക്കുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാറുണ്ടായിരുന്നു. ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ട്രംപ് മനുഷ്യാവകാശ സംഘടന, UN മനുഷ്യാവകാശ സംഘടനയ്ക്കുള്ള ഫണ്ടങ്ങ് നിർത്തി. കാരണം ഇവർ ലോകത്ത് മുഴുവൻ പോയി മനുഷ്യാവകാശം എന്ന് പറഞ്ഞ് പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നിലവിളിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് കണ്ടെത്തിയിട്ടാണ് ട്രംപ് UN മനുഷ്യാവകാശ ഏജൻസിക്കുള്ള ഫണ്ടിങ് നിർത്തി. ഇപ്പോൾ നിലവിളി കേൾക്കാറുണ്ടോ? പണ്ടത്തെ പോലെ UN മനുഷ്യാവകാശ സമിതി ഇടപെട്ടു, ഇന്ത്യയിൽ പീഡനം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലല്ലോ. കാരണം നിലവിളിക്കാൻ നാവ് പൊങ്ങാത്ത സ്ഥിതിയെ കഞ്ഞി കുടിക്കാൻ വകയില്ല. അതുപോലെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ പണി തീർക്കും, അവരെ ശിക്ഷിക്കുമെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? ട്രംപ് പറഞ്ഞിരിക്കുന്നതിന് തുല്യമാണ് ട്രംപിൻ്റെ നിയുക്ത NSA മിഖായിൽ വാൾട്സ് പറഞ്ഞിരിക്കുന്നത്. തീർന്നില്ല. അമേരിക്കൻ സെനറ്റിലെ ഏറ്റവും സീനിയർ സെനറ്റർ ജോൺ ടൗണി പറഞ്ഞിരിക്കുന്നു ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിക്കെതിരെ സാങ്ഷൻ വേണം, ഉപരോധം വേണം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പണി തീർന്നു. സംഭവങ്ങൾ നടക്കുന്നത് ഇതൊക്കെ വലിയൊരു ഗെയിം പ്ലാനിൻ്റെ ഭാഗമാണ്. നമുക്ക് സെപ്പറേറ്റ് സംസാരിക്കാം. ഏതായാലും ഈ റോം സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് അതിൽ ഒപ്പുവെച്ചിരിക്കുന്ന 125 രാജ്യങ്ങളുണ്ട്. ഈ 125 രാജ്യങ്ങളിൽ അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ അമേരിക്കയൊക്കെ അമേരിക്കയ്ക്ക് മെമ്പർഷിപ്പ് ഇല്ലല്ലോ. അതനുസരിച്ചില്ലെങ്കിൽ അവർ വലിയ രാജ്യമാണ്. വലിയ രാജ്യങ്ങൾ ഒരു കോടതി നിയമം അനുസരിച്ചില്ലേ എന്നാ ചെയ്യാൻ പറ്റും? കോടതിക്ക് എന്ത് ചോദിക്കാം? പക്ഷെ മംഗോളിയ ഒരു കൊച്ചു രാജ്യമാണ് അല്ലേ? വളരെ ചെറിയ രാജ്യമാണ്. ഒരു ദരിദ്ര രാജ്യമാണെന്ന് വേണം പറയാവുന്ന വികസ്വര രാജ്യം പോലുമല്ല, അവികസിത രാജ്യമാണ് മംഗോളിയ പോലും എന്ത് ചെയ്തു? ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ ഉത്തരവിനെ പുല്ലുവില കൊടുത്തിട്ടാണ് പുടിനെ സ്വീകരിച്ചത്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ ഓരോ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്ത് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ആയിരക്കണക്കിന് ആളുകളെ കൊന്നു, അവർക്ക് ഭക്ഷണം നിഷേധിച്ചു, ഫ്യൂവലില്ല, മരുന്നില്ല. ഇതിനെല്ലാം കാരണം ബൈഡനും ബീബിയും ബെഞ്ചമിൻ നെതന്യാഹുവും യോവ് ഗാലൻഡ്, പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ് ഗാലൻഡുമാണ്. അതുകൊണ്ട് ഇവർ കുറ്റവാളികളാണെന്ന് പറയുന്നു. അപ്പം ഇസ്രായേലിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചീഫ് പ്രോസിക്യൂട്ടറുണ്ട്. അയാളുടെ പേര് കരീം ഖാൻ. ഇയാൾ പാകിസ്ഥാൻ വംശജനാണ്.
ഈ ചീഫ് പ്രോസിക്യൂട്ടറാണ് നിരന്തരം ഇസ്രായേലിനെതിരെ നെതന്യാഹുവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ നിരന്തരം പരാതികൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് വ്യക്തമായി മുസ്ലിം പക്ഷപാതിത്വമുണ്ട്, പാകിസ്ഥാനിയാണ്, പാകിസ്ഥാൻ ജനിച്ച ആളാണ്. അതുകൊണ്ട് ഇയാൾ ഈ പലസ്തീനികൾക്ക് വേണ്ടിയിട്ട് ഗാസയിലുള്ള ഹമാസിന് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിക്കുകയാണെന്നാണ് ആരുടെ നിലപാട്? ഇസ്രായേലിൻ്റെ നിലപാട്. അതും മാത്രമല്ല, ഇയാളുടെ ക്രെഡിബിലിറ്റി ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുക. ഈ കരീം ഖാൻ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ്. കരീം ഖാൻ. അപ്പോൾ ഇയാളുടെ ക്രെഡിബിലിറ്റി എന്താണ്? ഇയാൾ സ്വന്തം സ്ഥാപനത്തിൽ ഇയാൾ ജോലി ചെയ്യുന്ന ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ, അപ്പോൾ ക്രിമിനൽ കോർട്ടാണല്ലോ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥയെ അവരുടെ ചീഫ് പ്രോസിക്യൂട്ടർ പീഡിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു കേസെടുത്തോ? ഇല്ല. അയാളെ പുറത്താക്കിയോ? ഇല്ല. നടപടി എന്തെങ്കിലും എടുക്കാൻ ആലോചിക്കുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ അവരുടെ മൂക്കിന് താഴെ ഒരു ബലാത്സംഗ കേസ് നടന്നാൽ ഒന്നും ചെയ്യാത്ത കോടതിയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നതിൽ ചെയ്യാത്ത അയാളെ മാറ്റാമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിലെ ജഡ്ജിമാർ കരീം ഖാൻ എന്ന് പറയുന്ന ഈ പാകിസ്ഥാൻ ഒറിജിനുള്ള, പാകിസ്ഥാനിൽ ജനിച്ച, പാകിസ്ഥാൻ ബന്ധമുള്ള ഈ ചീഫ് പ്രോസിക്യൂട്ടർ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത്? സിമ്പിളാണ്. കാരണം അയാളല്ലാതെ വേറെ ആരുമില്ല നെതന്യാഹുവിനെതിരെ അവിടെ കേസ് കൊടുക്കാൻ. അപ്പോൾ നെതന്യാഹുവിനെതിരെ കേസ് വന്നപ്പോൾ തന്നെ ഈ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഒരു മറുപടി കൊടുത്തിരുന്നു ക്രിമിനൽ കോർട്ടിൽ. അതവർ തള്ളിയിട്ടാണ് ഈ ചീഫ് പ്രോസിക്യൂട്ടറെ തന്നെ വെച്ചിട്ട് ഈ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന പോലെ ഒരു ക്രിമിനൽ കോടതി ശിക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെ വാറണ്ട് ഇട്ടു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ട് ഇവർ എവിടെ കൊണ്ടുപോകും? ഇപ്പോൾ മംഗോളിയ ചെന്നു, പുതിൻ മംഗോളിയ ചെന്ന് അറസ്റ്റ് ചെയ്താൽ പുതിനെ ഏത് ജയിലിടും? അറസ്റ്റ് ചെയ്താൽ റഷ്യൻ പ്രസിഡൻറ്റിനെ ഈ അറസ്റ്റ് ചെയ്ത് പാർപ്പിക്കാൻ പ്രാപ്തമായ ജയിൽ ലോകത്ത് ഏത് രാജ്യത്തിൻ്റെ കയ്യിലുള്ളത്? അമേരിക്ക വിചാരിക്കാൻ പറ്റുമോ? അല്ലേ? അമേരിക്ക ഇതിനകത്ത് മെമ്പറുമല്ല. അപ്പോൾ ഇത് ഒരു ലോകരാജ്യ തലവനെ, ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ തലവനെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്വപ്നമാണ്. ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇനി അവർക്ക് പട്ടാളം കോപ്പും അങ്ങാത്തലൊന്നുമില്ല. ഒരു തന്നെ വെറുതെ കടലാസം. ഇതൊക്കെ വെറും പ്രഹസനമാണ്. കുറേ ആളുകൾ ഇങ്ങനെ പുട്ടടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പ്രാഗിലുള്ള സ്ഥാപനമാണല്ലോ, അല്ലേ? നെതർലൻഡ്സിലെ ഹേഗിലുള്ള ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന് സ്വന്തമായി അവരുടെ ഉത്തരവുകൾ നടപ്പാക്കാനുള്ളൊരു സംവിധാനമൊന്നുമില്ല. അത് അവർ ഉത്തരവിറക്കും, എന്നിട്ട് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളോട് പറയും. അവർ സൗകര്യം കേൾക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കോടതികൾ പോലെയാണ് അന്താരാഷ്ട്ര കോടതി, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് കരുതിയാൽ അത് വെറുതെയാണ്. ഇത് വെറുതെ ഒരു ആലങ്കാരികമായ ഒരു സ്ഥാപനമൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ച് നെതന്യാഹുവിന് ഒരു വീരപരിവേഷം ഒന്നുകൂടെ കിട്ടും. കാരണം ഇങ്ങനെ തൻ്റെ രാജ്യത്തിന് വേണ്ടി നിലപാടെടുത്തതുകൊണ്ട് അദ്ദേഹത്തെ അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിനെതിരെ ചില പ്രതിഷേധമൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയായിരിക്കുന്ന ആൾ വഴി ചില രേഖകൾ ചോർന്നുപോയി, അയാളെ അറസ്റ്റിലാക്കി. അപ്പോൾ അയാൾ നെതന്യാഹുവിനകത്ത് പങ്കുണ്ടോ എന്ന തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ചില ഇൻറ്റേർണലായിട്ട് ആഭ്യന്തരമായി ചില രാഷ്ട്രീയ വിവാദങ്ങൾ നെതന്യാഹുവിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം വിവാദങ്ങൾ വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഇസ്രയേലുകളെ എല്ലാം ഒന്നിപ്പിക്കാൻ നെതന്യാഹുവിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാക്കാനേ സഹായിക്കുള്ളൂ. ഏതായാലും ഈ ജനുവരി 20 എന്ന് പറയുന്ന ആ ഒരു മാജിക് ഡേ, അതൊരു മാന്ത്രിക ദിനമാണ്. കാരണം അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ട്രംപ്. അതിനു മുമ്പ് ലോകത്ത് ജനുവരി 20 മുമ്പ് ലോകത്ത് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. കാരണം പോകുന്ന പോക്കിന് ബൈഡൻ ചില പണികൾ വെക്കുന്നുണ്ട്. കാരണം അങ്ങനെ സുഖകരമായിട്ട് ട്രംപ് ഭരിക്കണ്ട. ലോകത്തെ ഇപ്പോൾ ഉള്ള ലോകത്തുള്ള സിറ്റുവേഷൻസൊക്കെ ഒന്ന് മാറ്റിമറിക്കാനുള്ള ചില ഇടപെടലുകൾ ബൈഡൻ നടത്തുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പോലും അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ അദാനി ഒക്കെ ആയി ബന്ധപ്പെട്ട് വരുന്നത്. അത് നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഏതായാലും അങ്ങനെയുള്ള ചില കളികൾ ഇപ്പോൾ ബൈഡൻ ഉക്രൈനിൻ്റെ കാര്യത്തിൽ, പുട്ടിൻ്റെ കാര്യത്തിൽ ഒക്കെ ശരിക്കും ഇപ്പോൾ ഇരിക്കുന്ന ജോ ബൈഡൻ്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു കെയർ ടേക്കർ സർക്കാരാണ്. വേണമെങ്കിൽ അവർക്ക് പ്രസിഡന്റ് എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും ജനുവരി വന്നു, പുതിയ പ്രസിഡന്റ് വരുന്നു, ഇനി അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് നയങ്ങളൊക്കെ ആ സർക്കാരിൻ്റെ എന്നൊരു ന്യൂട്രലായിട്ട് നിൽക്കേണ്ടതാണ് രാഷ്ട്രീയ മാന്യത. അത് പരിഗണിക്കാതെ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെയൊക്കെ താല്പര്യപ്രകാരം കുറേ കാര്യങ്ങൾ ബൈഡൻ ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൻ്റെ ഈ ഇടപെടൽ എന്ന് സംശയിച്ചാൽ. കാരണം ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്നൊക്കെ അമേരിക്ക, വൈറ്റ് ഹൗസും തള്ളി പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ഹൗസ് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കും, ക്രിമിനൽ കോടതി ഇങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും എന്നൊക്കെ അമേരിക്ക ഒഫീഷ്യലി പറയുന്നുണ്ട്. അത് അമേരിക്കയുടെ പണ്ട് മുതലേ ഉള്ള സ്റ്റാൻഡാണ്. പക്ഷേ ബൈഡൻ എടുക്കുന്ന ബൈഡൻ മിണ്ടിയിട്ടില്ല, ബൈഡൻ ഒന്നും പറഞ്ഞിട്ടില്ല. വൈറ്റ് ഹൗസിൻ്റെ വക്താവ് പറഞ്ഞു ഈ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി ഇതിൻ്റെ അധികാരമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മൾ പറയുന്ന പോലെ കോടതി ഇവിടെ അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ
നമ്മുടെ നാട്ടിലെ സുഡാപ്പികളൊന്നും തുള്ളി വരാതെ. ചാടുന്നില്ല. പക്ഷേ പോകുന്ന പോകിന് ഈ ബൈഡൻ നെതന്യാഹുവിന് ഒരു പണി കൊടുക്കുന്നു, ഇന്ത്യക്ക് ഒരു പണി തരുന്നു, ഒപ്പം റഷ്യയിലേക്ക് ഒരു പണി കൊടുക്കുന്നു അല്ലേ, ഒറ്റയടിക്ക്. അങ്ങനെ അങ്ങനെയല്ല. അത് ലോകത്തെമ്പാടും ചില കാലുഷ്യങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം ഉക്രൈൻ യുദ്ധം 1 മണിക്കൂർ കൊണ്ട് തീർക്കാമെന്ന് ട്രംപ് പറഞ്ഞു. അതെ. അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് തീരണ്ട, കുറച്ച് പണിയെടുത്ത് തീർത്താൽ മതി. ഇതാണല്ലേ. അപ്പോൾ വളരെ തനിക്ക് 4 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ട്രംപ് തീർത്താൽ അത് തനിക്കൊരു ക്ഷീണമാണല്ലോ എന്നാണ് ബൈഡൻ ഭരണകൂടം ആഗ്രഹിക്കുന്നത്. മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചില രാഷ്ട്രീയ നിലപാടുകളുടെ പ്രശ്നവും കൂടിയുണ്ട്. ഏതായാലും നമുക്ക് നോക്കേണ്ടത് ഇത് എങ്ങനെ ലോകരാഷ്ട്രീയത്തെ ബാധിക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് ബൈഡൻ ഇപ്പോൾ എടുക്കുന്ന നിലപാട്. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇത്തരം തീരുമാനം എടുക്കുന്നത് വെറുതെ മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കാൻ ലോകത്തെമ്പാടുള്ള രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ വലിയ ശക്തിയാണെന്ന് കാണിക്കുക, ഇതൊക്കെ ഒരു പാഴ്ശ്രമമായിരിക്കും. അതൊന്നുമല്ല, അവർക്കറിയാമല്ലോ അവർക്ക് അധികാരമൊന്നുമില്ലെന്ന്. ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വാർത്ത ഉണ്ടാക്കുക. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നീതിയില്ല, നീതിയും ന്യായവും. ഇപ്പം നമ്മുടെ നാട്ടിൽ പോലും കണ്ടില്ലേ, നെതന്യാഹുവിനെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റവാളിയാണെന്ന് വിചാരിച്ച അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അത്രയും ഭീകര കുറ്റവാളിയാണ് ബിബി നെതന്യാഹു എന്നൊക്കെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ പറ്റും. അതല്ലാതെ ഇപ്പം നെതന്യാഹുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ക്രിമിനൽ കോടതി ഉത്തരവിടാൻ നെതന്യാഹു ഇപ്പം മംഗോളിയ ചെന്നിരിക്കട്ടെ, സപ്പോസ് മംഗോളിയ ചെന്ന് ഉടനെ മംഗോളിയോട് പറയുകയാണ് അറസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അത് എൻ്റെ പുടിൻ അവിടെ ചെന്നപ്പോൾ പറയാനായിരുന്നല്ലോ, അവിടെ മംഗോളിയൻ പ്രസിഡന്റിനെ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഞങ്ങൾ കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ആൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പിട്ടിരിക്കുന്നവരാണ്, അറസ്റ്റ് ചെയ്യൂ എന്നെന്താ പറയാതെ വിവരം അറിയും. ഇതാണ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ചില സുഡാപ്പികൾക്ക് നെതന്യാഹുവിനെ വീണ്ടും ഒരു ഭീകരനാണ് നെതന്യാഹു എന്നിപ്പോൾ തന്നെ പറയുന്നവരുണ്ട്. ഹമാസ് അല്ല, നെതന്യാഹു ആണ് ഭീകരൻ. എന്നിട്ട് ഇവരൊക്കെ ഈ ചില പോസ്റ്ററൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കും. അങ്ങനെ അറിയാം, നെതന്യാഹുവിനെ തൂക്കിക്കൊല്ലുന്ന പോസ്റ്റർ നോക്കിയാൽ അറിയാം, ചില ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കഴുത കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞ പോലെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചാൽ നെതന്യാഹു പറയും ഞാൻ എൻ്റെ ഒരു മുടി പറിച്ചു തരാമെന്ന് പറയും. അതാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവിനുള്ള വില. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.